നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ കോൺഗ്രസ് നേതാവായ, രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഈ രാജ്യത്ത് വോട്ട് ചോരി നടക്കുന്നുണ്ട് എന്നും BJP സർക്കാർ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ, വിവിധ സംസ്ഥാനങ്ങളിലെ BJP സർക്കാർ ഇവരെല്ലാം ജയിച്ചു വരുന്നതും ഇവരെല്ലാം തുടർഭരണം നേടുന്നതുമെല്ലാം വോട്ടർ പട്ടികയിലും വോട്ടിംഗ് മെഷീനിലുമെല്ലാം ക്രമക്കേട് നടത്തിയിട്ടാണ് എന്നും വലിയ ക്രമക്കേട് നടത്തിക്കൊണ്ടാണ് ഇവർ അധികാരത്തിൽ നിലനിൽക്കുന്നതെന്നും ഒക്കെ പറഞ്ഞ് തെറ്റിദ്ധാരണ പരത്താനുള്ള വലിയ ശ്രമത്തിലാണ്. എന്തുകൊണ്ട് കോൺഗ്രസ് നിരന്തരം പരാജയപ്പെടുന്നു, എന്തുകൊണ്ട് BJP നിരന്തരം വിജയിക്കുന്നു? അത് വോട്ടർ പട്ടികയിൽ നടത്തിയിട്ടുള്ള അട്ടിമറിയാണ്, വോട്ട് ചോരിയാണ് എന്ന് പറഞ്ഞ് സമർത്ഥിക്കാൻ ഒരു നേതാവ് ഇവിടെ കഴിഞ്ഞ കുറേ കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതേ പാർട്ടിയിലെ തന്നെ മറ്റൊരു മുതിർന്ന നേതാവാണ് കഴിഞ്ഞ ദിവസം RSSൻ്റെയും BJPയുടെയും സംഘടനാ അടിത്തറയെക്കുറിച്ച് പറഞ്ഞത്. അതായത് RSSനും BJPക്കുമെല്ലാം വളരെ താഴെത്തട്ടിൽ വളരെ മികച്ച സംഘടന അടിത്തറയുണ്ട്. താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നവരാണ് പിന്നീട് പ്രധാനമന്ത്രിയായും മുഖ്യമന്ത്രിയായും ഒക്കെ വരുന്നത്. അവരുടെ പ്രവർത്തനം കണ്ടു മനസ്സിലാക്കേണ്ടതാണ്, മാതൃകയാക്കേണ്ടതാണ്. അങ്ങനെ RSSനെയും BJPയെയും പുകഴ്ത്തുകയും കോൺഗ്രസിൻ്റെ കുടുംബാധിപത്യത്തെ വിമർശിക്കുകയും കോൺഗ്രസിനുള്ളിൽ കൂടുതൽ വികേന്ദ്രീകരണം വേണം എന്നാവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ദിഗ്വിജയ് സിംഗ്. അദ്ദേഹം ഏതെങ്കിലും ഒരു വഴിയോരത്ത് നടന്ന ഒരു രാഷ്ട്രീയ വേദിയിലല്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രചരണ യോഗത്തിലല്ല അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. അതായത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കളെല്ലാം ഇരിക്കുന്ന കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി യോഗത്തിലാണ് ദിഗ്വിജയ് സിംഗ് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. RSSനെയും BJPയെയും പുകഴ്ത്തിയത്. വെറുതെ വോട്ട് ചോരി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കുടുംബാധിപത്യം അവസാനിപ്പിക്കണം. ഒരു സംഘടനയുടെ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മിനിമം ചില സ്വഭാവങ്ങളെങ്കിലും കോൺഗ്രസ് കാണിക്കണം, എന്നാൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്ന രൂക്ഷ വിമർശനം അദ്ദേഹം അവിടെ നടത്തിയത്. അതിനുശേഷം ജനങ്ങൾ അറിയാനായി അദ്ദേഹം ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു, സമൂഹ മാധ്യമങ്ങളിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു. അത് 1990കളിൽ അദ്വാനിജി കസേരയിൽ ഇരിക്കുന്നതിൻ്റെയും അതിന് തൊട്ടു താഴെ തറയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരിക്കുന്നതിൻ്റെയും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയാണ്. എന്ന് പറഞ്ഞാൽ താഴെത്തട്ടിൽ പ്രവർത്തിച്ച, വളരെ താഴെത്തട്ടിലുള്ള പ്രവർത്തകന്മാരാണ്. അങ്ങനെയുള്ള പ്രവർത്തകനായ നരേന്ദ്രമോദിയാണ് ഇന്ന് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി. ഇത് കണ്ടുപഠിക്കണം എന്ന ഒരു സന്ദേശമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്ദേശം കോൺഗ്രസ് നേതൃത്വത്തിന് നൽകാനാണ് ദിഗ്വിജയ് സിംഗ് ഇത്തരമൊരു ചിത്രം പോസ്റ്റ് ചെയ്തത് എന്ന് വ്യക്തം. അദ്ദേഹം രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും മറ്റ് കോൺഗ്രസ് നേതാക്കളെയും എല്ലാം ഈ സമൂഹ മാധ്യമ പോസ്റ്റുകളിൽ ടാഗ് ചെയ്തിട്ടുമുണ്ട്. എന്ന് പറഞ്ഞാൽ മറ്റൊരു മുതിർന്ന നേതാവ് കൂടി കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ നെഹ്റു കുടുംബത്തെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നു എന്ന് തന്നെയാണ്. രാഹുൽ ഗാന്ധി വോട്ട് ചോരിയെക്കുറിച്ച് പ്രസംഗിച്ച് നടക്കുമ്പോൾ അതൊന്നുമല്ല കാര്യം, നിങ്ങൾ കോൺഗ്രസിൻ്റെ സംഘടനയുടെ ഉള്ളിലേക്ക് നോക്കൂ, അവിടെയാണ് പ്രശ്നമെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ദിഗ്വിജയ് സിംഗ്. നമുക്കറിയാം, ദിഗ്വിജയ് സിംഗ് എന്നും BJPയെയും RSSനെയും അതിനിശിതമായി വിമർശിച്ചിട്ടുള്ള ഒരു നേതാവാണ്. മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് നരേന്ദ്രമോദിക്ക് പലതവണ പാരപണിയുകയും കൂടി ചെയ്തിട്ടുള്ള ഒരു നേതാവാണ്. നരേന്ദ്രമോദി തന്നെ അതൊരു ഘട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ആ സംസ്ഥാനത്ത് കലാപം പടർന്നു പിടിച്ചപ്പോൾ, കൂടുതൽ പോലീസ് സേനാംഗങ്ങളുടെ ആവശ്യം വേണ്ടി വന്നപ്പോൾ മറ്റൊരു സംസ്ഥാനമായ മധ്യപ്രദേശിന് അദ്ദേഹം കത്തെഴുതി. അന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്നു ദിഗ്വിജയ് സിംഗ്. അന്ന് കൂടുതൽ പോലീസ് സേനയെ എനിക്ക് ആവശ്യമുണ്ട്, നിങ്ങളുടെ പോലീസിനെ ഇങ്ങോട്ടേക്ക് അയക്കണമെന്ന് പറഞ്ഞ് അയച്ച കത്തിന് ഒരു മറുപടിയും നൽകിയില്ല, പോലീസിനെയും വിട്ടുകൊടുത്തില്ല ദിഗ്വിജയ് സിംഗ്. അത്രമാത്രം BJPയെ എതിർത്തിട്ടുള്ള, BJPയെയും RSSനെയും സംഘടനാപരമായി കടന്നാക്രമിച്ചിട്ടുള്ള ഒരു നേതാവാണ് ഇങ്ങനെ മനം മാറ്റമുണ്ടാകുന്നത് എന്നോർക്കണം. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നേതൃത്വത്തിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകാൻ പോകുന്നു എന്ന് തന്നെയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.